ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഒരു ഉള്ളിവടയാണ്. വൈകിട്ട് ചായയുടെയൊക്കെ ഒപ്പം കഴിക്കാനായിട്ടുള്ള ഈ ഉള്ളിവട നമ്മൾ ആ ചായ തിളപ്പിക്കുന്ന സമയം കൊണ്ട് തന്നെ വടയും നമുക്ക് റെഡിയാക്കി എടുക്കാം. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമ്മൾ സവോള അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഏത് രീതിയിൽ വേണമെങ്കിലും അരിയാം, എന്നാലും ഇങ്ങനെ വട്ടത്തിൽ അരിയുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണെന്നാണ് തോന്നുന്നത്. അരിഞ്ഞതിന് ശേഷം ഈ വട്ടമെല്ലാം നമ്മളിങ്ങനെ കൈ കൊണ്ട് വിടർത്തിയിടുക. ഞാനിവിടെ ചെറിയ സവോളകളായിരുന്നു എടുത്തിരുന്നത്. 3-4 സവോള എടുക്കുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ളതായിട്ടുണ്ട്. അരിഞ്ഞെടുത്ത സവോളയിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയുമാണ് ചേർക്കുന്നത്. ശരിക്കും ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ആയിരുന്നു അരിഞ്ഞിടേണ്ടിയിരുന്നത്. പക്ഷേ കുട്ടികൾക്ക് അതങ്ങനെ കടിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതൊഴിവാക്കി മുളക് പൊടിയും മാത്രം ഇട്ടത്. ഞാനിതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്തത് മൈദയാണ്. ആദ്യം ഞാൻ ഇതിലേക്ക് 4 ടീസ്പൂൺ മൈദയാണ് ചേർത്തത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ റവ കൂടി ചേർത്തു. കുറച്ചുകൂടി ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റവ ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. മിക്സ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആദ്യം ചേർത്ത 4 ടീസ്പൂൺ നമുക്ക് മതിയാവുകയില്ല. അതുകൊണ്ട് അവസാനം കുറച്ചുകൂടി നമ്മൾ പൊടി ചേർത്തു. ശകലം വെള്ളം കൂടെ അതിലേക്ക് ചേർത്തു. 2 ടീസ്പൂൺ മൈദ കൂടി ഞാൻ രണ്ടാമത് ചേർത്തിരുന്നു. അതായത് മൊത്തത്തിൽ 6 ടീസ്പൂണോളം മൈദ ചേർത്തു. ഈ സമയം കൊണ്ട് തന്നെ ഞാൻ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണയും കൂടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ കുഴച്ച ഉടനെ തന്നെ അതൊന്ന് കയ്യിൽ വെച്ച് ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കിയിട്ട് അപ്പോഴേക്കും എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിത് ഇടാൻ പോവുകയാണ്. ഈ ഒരു ഷേപ്പ് വേണമെന്നില്ല. ഇതിനിപ്പം നമ്മൾ ഉഴുന്നുവടയുടെ പോലത്തെ ആ നടുക്ക് ഹോൾ വേണമെന്നില്ല. തന്നെ ചെറിയ രീതിയിൽ പരത്തി ഇങ്ങിട്ടാലും മതി. വളരെ പെട്ടെന്ന് ഇത് മൊരിഞ്ഞ് കിട്ടും. നമ്മളിത് കരിഞ്ഞു പോകാതെ പെട്ടെന്ന് ഇത് കോരിയെടുക്കുക. അധികം എണ്ണയൊന്നും ഇതിന് ആവശ്യമില്ല. അധികം എണ്ണ കുടിക്കാതെ തന്നെയാണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും ആ എണ്ണ മിക്കവാറും അതുപോലെ തന്നെ ഉണ്ട്. ഇത്രയും സവോള വടയാണ് അല്ലെങ്കിൽ ഉള്ളിവട നമുക്ക് കിട്ടിയത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് സവോള വട എന്നാണ് പറയുക. ഇവിടെയൊക്കെ ഉള്ളിവട എന്നാണ് പറയുക. ഇത്രയേ ഉള്ളൂ ഈ ചെറിയ വീഡിയോ. ചെയ്ത് നോക്കണേ. താങ്ക് യു.